ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് ഇതുമ്മ വീഡിയോ ഇടുന്ന ആൾ എവിടെ ഇരിക്കുന്നുണ്ടാവുക? മോന വീഡിയോനകത്ത് ഒരു വിഷ്വല് കണ്ടിരുന്നു. ഇത് നിങ്ങളൊന്ന് കാണണം. ഇതൊന്ന് ആദ്യം കാണണം. ഞാന് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അനുജനെ പോലെയാണ് ഏട്ടനെ പോലെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു തമാശക്ക് പറഞ്ഞതുമല്ല. ആ കിടക്കുന്നത് നമ്മുടെ വീട്ടിലൊരു കുട്ടിയാണെങ്കിൽ നിങ്ങളിൽ എത്ര പേർക്ക് അത് സഹിക്കാൻ പറ്റും എന്ന് ആലോചിക്കുക. ആ വീണ് കിടക്കുന്നിടത്ത് ഒരു മനുഷ്യൻ എന്ന കരുതൽ പോലുമില്ലാതെ പക വീട്ടുന്നത് പോലെ ക്രൂരത എന്റെ വീട്ടിലെ, നിങ്ങളുടെ വീട്ടിലെ മകനോടോ മകളോടോ അനിയനോടോ ജ്യേഷ്ഠനോടോ മറ്റാരോടെങ്കിലുമാണ് കാണിക്കുന്നതെങ്കിൽ അത് എത്ര നേരം നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാലോചിച്ച് നോക്കുക. അഭിജിത്തിന്റെ വീട്ടിലെ അതിർത്തി തർക്കത്തിന്റെ പേരിലല്ല, വേലി തർക്കത്തിന്റെ പേരിലല്ല, ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ തെരുവിൽ ഇങ്ങനെ കിടന്ന് തല്ലു വാങ്ങിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അയാളുടെ ശരീരത്തിൽ ഒരു ഇഞ്ചിനി ബാക്കിയില്ല, അയാളുടെ മനസ്സിലും ഒരു ഇഞ്ചിനി ബാക്കിയില്ല. അയാളുടെ ശരീരത്തിൽ ഒരു ഇഞ്ചിനി ബാക്കിയില്ലെന്ന് പറയുന്നതിന് കാരണം ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ നിരന്തരം ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന് തെരുവിൽ കിടന്ന് അടിമേടിച്ച് അവനവന്റെ കാര്യത്തിനല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പോരാടി മർദ്ദനമേൽക്കേണ്ടി വന്ന ശരീരത്തിൽ ഒരു ഇഞ്ച് ബാക്കിയില്ല എന്നുള്ളതാണെങ്കിൽ ഈ കൺവെൻഷൻ കൂടി കഴിയുമ്പോ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ഇഞ്ച് ബാക്കിയില്ലെന്ന് പറയുന്നതിന്റെ കാരണം ഹൃദയം നാദാപുരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ സംഗമം തെളിയിക്കുന്നത് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു കുട്ടി നമുക്കിടയിൽ സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നു, ഇവിടെ മത്സരം കെ എം അഭിജിത്തും LDFന്റെ സ്ഥാനാർത്ഥിയും തമ്മിലല്ല, ഇവിടെ മത്സരം കെ എം അഭിജിത്തും ഷാഫി പറമ്പിലും തമ്മിലാണ്. ഞാനത് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷത്തെ പരാജയപ്പെടുത്തുന്ന ഒരു ഭൂരിപക്ഷം ഈ നാദാപുരത്തിന്റെ മണ്ണിൽ നിങ്ങൾ കൊടുക്കുവോ? നിങ്ങൾ ജയിപ്പിച്ചു തരുമോ? വാക്കാണോ? ഉറപ്പാണോ? അഭിജിത്തെ നാദാപുരം വാക്ക് പറഞ്ഞ വാക്കാണ്.